ഹലോ സുഹൃത്തുക്കളെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവധി ദിവസത്തെ കാഴ്ചകളാണ്. അപ്പോൾ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മളിത് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്, നമുക്കന്ന് ഇടാൻ പറ്റിയില്ല. അപ്പം ഹർത്താൽ ദിവസത്തെ ഒരു കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മുഷിഞ്ഞപ്പോൾ നമ്മൾ നേരെ വെളിയിലോട്ടിറങ്ങിയാണ്. അപ്പോൾ നല്ല വെയിലും ചൂടും കാരണം നമുക്ക് നല്ലോണം ദാഹിച്ചു. അങ്ങനെ കടയിൽ കയറി ഒരു ജ്യൂസ് എടുത്തു. അതിൻ്റെ ഈ ഇരിക്കുന്ന പേടകം നമ്മുടെ സ്വന്തം പേടകമാണ്. അങ്ങനെ പേടകത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് നൈസായിട്ട് ജ്യൂസ് കുടിച്ചു. അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് അങ്ങനെ നൈസായിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് നിന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ കുറേ പേര് വെയിലല്ലേടാ, ഇച്ചിരി കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞങ്ങനെ നിന്നു. ഞാൻ പോസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ എല്ലാവരെയും കാത്തു നിന്നു, എല്ലാവരെയും വിളിച്ചു. അങ്ങനെ കുറേ പേരൊന്നും നമ്മുടെ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അവിടെ തന്നെ അങ്ങ് നിന്നു. പിന്നീട് നമ്മൾ നേരെ നമ്മുടെ കായൽ തീരത്തേക്ക് പോയായിരുന്നു. അപ്പോൾ കായൽ തീരത്തേക്ക് പോകുന്ന റോഡാണ് ഇത്. അങ്ങനെ നേരെ നമ്മൾ കായൽ തീരത്തേക്ക് പോവുക. നമ്മൾ കണ്ട് ഈ കാണുന്ന വഴിയാണ് നമ്മൾ കായൽ തീരത്തേക്കുള്ളത്. നേരെ നമ്മൾ കായൽ തീരത്തേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കായൽ തീരം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കൊഞ്ചുണക്കുന്ന ഷെഡാണ്. ഇത് കൂടോന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ. അങ്ങനെ നേരെ കായൽ തീരത്തേക്കൊക്കെ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ഈ ക്രെയിനൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി കിടക്കുന്നിടത്തേക്ക് മണ്ണ് കൂട്ടുന്നതാണ്. നമ്മുടെ കായലിൽ നിന്ന് ട്രെഡ്ജ് ചെയ്ത് ഈ കാണുന്ന ട്രെഡ്ജറിൽ നിന്ന് ട്രെഡ്ജ് ചെയ്ത് ഈ കുഴലുകളിൽ കൂടെ നമ്മൾ മണ്ണ് കരയിലേക്ക് ഇടുന്നു. അപ്പോൾ ആ കരയിൽ നിന്ന് അവർ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മല പോലെ കൂട്ടി കൊണ്ടുവന്നിട്ട് നേരെ ലോറി കയറ്റി നാഷണൽ ഹൈവേയുടെ പണി കിടക്കുന്ന സൈറ്റുകളിലേക്ക് എത്തിക്കും. ഇവിടെ മാത്രമല്ല, ഒന്ന് രണ്ടിടത്ത് ഇങ്ങനെ പണി കിടക്കുന്നുണ്ട് ട്രെഡ്ജിൻ്റെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ അനിയനും കൂടെ വന്നു. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് കൂട്ടുമ്പോഴത്തേക്ക് പാലത്തിലേക്ക് പോയി. ഈ പോകുന്നതാണ് അവർ. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിലും വീഡിയോ എടുത്തുകൊണ്ട് പോയി, അവർ ഫ്രണ്ടിലുമായിട്ട് പോയി. അങ്ങനെ നൈസായിട്ട് പോയി. ഇതാണ് നമ്മുടെ കൂട്ടുമ്പാതൊക്കെ പാലം. ഈ കാണുന്നതാണ്. അങ്ങനെ സാധാരണ അവധി ദിവസങ്ങളിൽ നല്ല തിരക്ക് കാണുന്നതാണ്. പക്ഷേ എന്തോ അന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം നൈസായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റി. പിന്നെ പൊതുവേ വണ്ടികളൊന്നും വലുതായിട്ടില്ലായിരുന്നു, കുറച്ച് വണ്ടികളേ ഉള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പാലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കത്തികളും കാര്യങ്ങളൊക്കെ അടിച്ച് കാറ്റ് കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 2 വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ 2 വീഡിയോയും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുത്ത്, പിന്നെ കൂടെ വന്ന അനിയൻ പയ്യൻ്റെയും 2-3 ഫോട്ടോയും ഒക്കെ എടുത്ത് കൊടുത്ത്. ഇതാണ് അവർ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞ് ബൈ അടിച്ചു. അങ്ങനെ നേരെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറൊരു ചേട്ടൻ്റെ കൂടെ കായംകുളം വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കായംകുളം വരെ പോയി കഴിഞ്ഞ് നമ്മൾ കാറിനകത്താണ് പോയത്. മഴയുണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ മഴയുള്ളത് കാരണം നമ്മൾ കാറിനകത്താണ് പോയത്. പിന്നെ ഞങ്ങൾ 1-2 ഒക്കെ പറഞ്ഞ് അവധി ദിവസം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കാഴ്ചപ്പാടും ഒക്കെ മാറുമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ കാക്കനാട് ചന്തയിലേക്ക് പുള്ളിക്കാരന് മീൻ മേടിക്കാനായിട്ട് പോയത്. ഈ കാണുന്നതാണ് ചന്ത. നമ്മളങ്ങനെ ചന്തയ്ക്കുള്ളിലേക്ക് പോയി. പുള്ളിക്കാരൻ ഓൾറെഡി പോയായിരുന്നു. ഞാൻ പുറകെ കാറ് പാർക്ക് ചെയ്തിട്ട് വന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവധി ദിവസമാണെങ്കിലും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത്. എന്നാലും മീനൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. എല്ലാ മീനും ഉണ്ട്, ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ മീനുകളും അവിടെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ മീൻ മേടിച്ച അവിടുന്ന് നൈസായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങോട്ട് വാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരൻ ആദ്യമേ പോയി മീനൊക്കെ മേടിച്ചായിരുന്നു. ഇല്ല കാണുന്ന പുള്ളികളല്ല, നമ്മൾ കയറി വന്നപ്പോഴേ കിടന്ന് വിളിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്നിട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ചന്തയിൽ നിന്ന് യാത്രയായി. നമ്മളപ്പോൾ നേരെ കായംകുളത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനൊരു മരുന്ന് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അധികം പോസ്റ്റില്ലാതെ തന്നെ പുള്ളി തിരിച്ചു വന്നിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.